എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ നമ്മുടെ പാർട്ടി അങ്ങോട്ട് പോയി, നമ്മുടെ മൂന്നാം മുന്നണിയും നാലാം മുന്നണിയും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രശാന്ത് കിഷോറും അതുപോലെ നമ്മുടെ OIC പാർട്ടി, അത് ശരിക്കും അവരുടെ വോട്ട് കൂടുതലും ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് RJDയെയും കോൺഗ്രസിനെയും ബാധിക്കും. കുറച്ചൊരു മിഡിൽ ക്ലാസ്, എബോ മിഡിൽ ക്ലാസ്, അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കും കൂടുതൽ സ്വാധീനമുണ്ട്. അതായത് ഈ ഇന്റലക്ച്വൽ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ ശരിയാണെന്ന് തോന്നും. പക്ഷെ അതുകൊണ്ട് അതൊരു സോഷ്യലി ബീഹാർ പോലത്തെ രാഷ്ട്രീയത്തിലുമല്ല. ഈ നമ്മുടെ 2020 NDAയുടെ സ്ട്രക്ചറും 2025 വളരെ സോളിഡ് ആയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെ ബലപ്പെടുത്തിയിട്ടുണ്ട് NDA. പക്ഷെ ആ തരത്തില് UPA അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മഹാഘടകമൊന്നുമില്ല. മാത്രമല്ല, യാദവ വോട്ടിൽ കുറച്ചുകൂടെ കുറവുണ്ടാകും, മുസ്ലിം വോട്ടിൽ ഡിവിഷൻ ഉണ്ടാവും. ഒരു ഭാഗത്ത് ജനതാദൾ യുണൈറ്റഡ് കിട്ടുന്ന മിനിമം ഒരു വോട്ടുണ്ടാവും. മറ്റൊന്ന് നമ്മുടെ മൂന്നാം മുന്നണി കൊണ്ടുപോകുന്ന ഡെമോക്രാറ്റിക് അലയൻസ്, അവർക്ക് 2-3 സീറ്റല്ലേ പ്രശ്നം. നമ്മളെ ഒരു 2 നേരിട്ടുള്ള മത്സരത്തില് നമ്മൾ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ 5000 വോട്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. പക്ഷെ മൂന്നാമതൊരു കക്ഷി നിന്നിട്ട് ഒരു 10,000 വോട്ട് മറിച്ച് കഴിയുമ്പോഴത്തേക്കും വിജയത്തിന്റെ ഗതി മാറും. അപ്പൊ അതുകൊണ്ട് പല മണ്ഡലങ്ങളിലും, വിശേഷിച്ചും മുസ്ലിം മണ്ഡലങ്ങളിൽ നമ്മുടെ മഹാഗഠബന്ധനെ ദുർബലപ്പെടുത്തുന്നതിന് അവർക്ക് കഴിയും. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ ഒരു വിധിയാണ് ബീഹാറിൽ ഉണ്ടാവുക എന്നുള്ളതാണ്